മുഹമ്മദ് ദീപക്, ഹീറോ ഓഫ് ദ ഇന്ത്യ. കഴിഞ്ഞ ദിവസം ഉത്തരാഖണ്ഡിലെ ക്വാഡ്വാറിൽ മുഴങ്ങിക്കേട്ട നാമം മേരാ നാം മുഹമ്മദ് ദീപക്. എന്താ കാര്യം എന്നല്ലേ? വരൂ പറഞ്ഞുതരാം. 3 പതിറ്റാണ്ടുകളായി ഉത്തരാഖണ്ഡിൽ ക്വാഡ്വാറിലെ പട്ടേൽ മാർഗിലുള്ള ബാബ സ്കൂൾ ഡ്രസ് ആൻഡ് മാർച്ചിങ് സെന്റർ നടത്തുന്ന ഏകദേശം 70 വയസ്സ് പ്രായമുള്ള വക്കീൽ അഹമ്മദിന്റെ ഷോപ്പിലേക്ക് ഒരു കൂട്ടം ബജ്റംഗ് ദൾ സംഘം വന്ന് അദ്ദേഹത്തിന്റെ കടയുടെ പേര് മാറ്റാൻ പറയുകയാണ്. എന്ത് കാര്യം? പേര് മാറ്റുന്നതിൽ എന്ത് കാര്യമാണുള്ളത്? അദ്ദേഹത്തിന്റെ പേര്, കടയുടെ പേര് ബാബ എന്ന് കൂട്ടിച്ചേർത്താണ് വിഷയം. എന്ത് വിഷയം? അവിടെയുള്ള പല ഹിന്ദുക്കളുടെയും കടകളുടെ പേര് ബാബ എന്നായിരുന്നു. അത് തന്നെയാണ് വിഷയം. ആ പേര് ഉടനടി മാറ്റിയിട്ടില്ല എങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് വലിയ ഭീഷണിയുടെ ശബ്ദം മുഴക്കുന്ന സമയത്താണ് ജിം ട്രെയിനർ ദീപക് അവരുടെ ഇടയിലേക്ക് കയറി വരുന്നത്. ദീപക് ആ വിഷയത്തിൽ ബന്ധപ്പെടുമ്പോൾ ദീപകിനോട് ചോദിക്കുകയാണ്, എന്താണ് നിന്റെ പേര്? ആ സമയത്ത് ദീപക് പറഞ്ഞ പേരാണ് മേരാ നാം മുഹമ്മദ് ദീപക്. രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഹീറോ ഓഫ് ദ ഇന്ത്യ. വെറുപ്പിന്റെ കവലയിൽ സ്നേഹത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും കട തുറന്നുകൊണ്ട് മുഹമ്മദ് ദീപക് ആ 70 വയസ്സുകാരനായ പ്രായം ചെന്ന മനുഷ്യനെ ചേർത്ത് പിടിക്കുമ്പോൾ ലോകം മുഴുവനും ദീപകിനെ ചേർത്ത് പിടിക്കുകയാണ്. ദീപകിന്റെ ആ ചേർത്ത് പിടിക്കൽ കണ്ട ആ നാട്ടിലുണ്ടായിരുന്ന മറ്റ് കടകൾ ഉൾപ്പെടെയുള്ള ഹിന്ദുക്കൾ, അവിടെ കൂടിയിരുന്ന ഹിന്ദുക്കളൊക്കെ ദീപകിന്റെ ഒപ്പം ചേർന്നുകൊണ്ട് ആ വയോധികന് വലിയൊരു പ്രൊട്ടക്ഷൻ അവിടെ കൊടുക്കുകയാണ്. നല്ലവരായ ഒരു ഹൈന്ദവനും ഒരു ക്രൈസ്തവനും ഇതുപോലെയുള്ള മതവെറിയന്മാരുടെ കൂടെ നിൽക്കുകയില്ല. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എല്ലാ മതത്തിൽപ്പെട്ടവരുമായിട്ട് ധാരാളം ബന്ധങ്ങളുണ്ട്. എൻ്റെ കൂട്ടുകാരൊക്കെ ഇഷ്ടം പോലെയാണ്. സ്കൂൾ മുതലുള്ള ബന്ധം ഇന്നും നിലനിൽക്കുന്നു. സ്കൂൾ ഗ്രൂപ്പുകളൊക്കെ ഇപ്പൊ ഇഷ്ടം പോലെയല്ലേ. ഞങ്ങളുടെയൊക്കെ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മുസ്ലിമായ ഞാനും ഒരു 2-3 പേരൊക്കെ ഉണ്ടാവുള്ളൂ, കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും അതിനകത്ത് മറ്റു മതത്തിൽപ്പെട്ടവരാ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും സന്തോഷവും, ഓരോരുത്തരുടെ വീട്ടിൽ എന്ത് പരിപാടി വെച്ചാലും നമ്മൾ അതിനകത്ത് പോയി പങ്കെടുക്കുന്നു. ഇപ്പൊ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ പല ആവശ്യങ്ങൾക്കും ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന അഭിപ്രായം ചോദിച്ചുകൊണ്ട് എന്നെ വിളിക്കുന്ന എത്രയോ ഹൈന്ദവ സഹോദരങ്ങളും ക്രൈസ്തവരുമുണ്ട്. വലിയ ബന്ധമാണ്, എല്ലാ നിലക്കും ബന്ധം തന്നെയാണ്. ഇപ്പൊ എൻ്റെ നാട്ടില് ബെന്നിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്, ക്രൈസ്തവനാണ്. അദ്ദേഹം എന്നെ കാണുമ്പോൾ തന്നെ എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് എൻ്റെ സ്വന്തം അനിയനാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ആശ്ചര്യമാണ്, വല്ലാത്തൊരു സന്തോഷം. അദ്ദേഹം മറ്റുള്ളവരോടൊക്കെ അത് പറയണ കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു ഉന്മേഷം, ഒരു പ്രൗഢി തോന്നുവാണ് അതിനകത്തൊക്കെ. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ നാട്ടില് ആ സാഹോദര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനകത്തൊന്നും ഒരു മാറ്റവും വരുന്നില്ല. ഒരു പക്ഷെ എൻ്റെ ഈ വീഡിയോ എൻ്റെ ഇതുപോലെയുള്ള കൂട്ടുകാർ കാണുവാണെങ്കിൽ നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആഴം നിങ്ങൾ ഇതിലൂടെ പങ്കുവെക്കണം. ഈ മതവെറിയന്മാരൊക്കെ കാണണം, അവർ മനസ്സിലാക്കണം, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നത് പോലെയല്ല ഇവിടെ ലോകത്ത്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ നടക്കുന്നത്. മതത്തിൽപ്പെട്ട ഓരോ വ്യക്തികളും തമ്മിൽ പരസ്പരം ഐക്യവും സന്തോഷവുമാണ്. ഇത് തന്നെയല്ലേ ഇന്ത്യയുടെ ശരിക്കുള്ള ആത്മാവെന്ന് പറയുന്നത്. ഇന്ത്യയുടെ യശസ് വാനോളം ഉയർന്നു നിന്നതും ഇതേ കാരണം തന്നെയാണ്. ഇന്നിപ്പോൾ ഒരു ഭാഗം ഇതുപോലെയുള്ള മതവെറിയന്മാരെ ഇറങ്ങി വന്നപ്പോൾ എന്ത് ചെയ്തു? പല രാജ്യങ്ങളും നമ്മളെ ആ നിലക്കൊരു കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങിയിരിക്കുകയാണ്. എന്ത് ചെയ്യാനാ? ഐക്യമാണ് ഏറ്റവും വലിയ ബലം എന്നത് പലരും മറന്നു പോകുകയാണ്. ഞാൻ ഈ പറഞ്ഞവർക്കൊക്കെ സത്യത്തില് മതമുണ്ട്, അവര് മതം മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്.
മതത്തിന്റെ ചിഹ്നങ്ങൾ അവരുടെ ശരീരത്തിൽ നമുക്ക് ശരിക്കും പ്രകടമാകുന്നവരാണ്. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ, ഒരു ആവശ്യങ്ങൾ വരുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് അവിടെ മതമല്ല നോക്കണത്. അവിടെ ആവശ്യം, സഹായം, മാനുഷിക പരിഗണന, മനുഷ്യത്വം, ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് നോക്കുന്നത്. അതല്ലേ മനുഷ്യന് വേണ്ടത്. മതം മുറുകെ പിടിച്ച് ജീവിച്ചാൽ മതി. ഒരാവശ്യങ്ങൾ വരുമ്പോൾ ഇന്ന മതത്തിൽപ്പെട്ടവന് അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്ക് മാത്രം എന്നൊരു തരംതിരിവ് ഇന്നേ വരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, ഇനിയിട്ട് ഉണ്ടാകുകയുമില്ല. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇനി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയ, സത്യത്തില് മതത്തിന്റെ പേരില് ഓരോന്ന് തിരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ സത്യത്തില് ജീവിക്കാനും പാടാണ്, ചിരിച്ച് ചിരിച്ച് മരിക്കുകയും ചെയ്യും. സത്യത്തില് ഇപ്പൊ നമ്മളൊന്നൊരു ഹോസ്പിറ്റലിൽ പോവുക, ഹോസ്പിറ്റലിൽ ചെന്ന് കയറുന്ന സമയത്ത് എന്നെ മുസ്ലിം ഡോക്ടർ മാത്രം പരിശോധിച്ചാൽ മതി എന്ന തീരുമാനം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അല്ലെ? എന്നെ ഇഞ്ചക്ഷൻ വെക്കുന്നത് ക്രിസ്ത്യാനി സിസ്റ്റർ മാത്രം എന്നെ ഇഞ്ചക്ഷൻ വെക്കാൻ പാടുള്ളൂ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഹൈന്ദവ രക്തം മാത്രം മതി, അല്ലാത്ത ഒരു രക്തവും എന്റെ ശരീരത്തിൽ കയറ്റരുത് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ മെഡിസിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ മതി എന്ന് ഓരോരുത്തരും ചിന്തിക്കുവാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ചികിത്സ നടക്കുമോ? എവിടെയെങ്കിലും ചീഞ്ഞ് നാറലേ ഉണ്ടാവുള്ളൂ സത്യത്തില്. ഇനി അത് വേണ്ട, ഇനി വാഹനങ്ങളുടെ വിഷയം എടുത്തു നോക്കിയേ. ബസ്സുകളുടെ കാര്യം എടുത്തു നോക്ക്, ട്രെയിനിന്റെ കാര്യം എടുത്തു നോക്ക്, വിമാനത്തിന്റെ കാര്യം എടുത്തു നോക്ക്. ഇതൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോൾ നമ്മളിപ്പോ നാട്ടിലെ കാഞ്ഞിരമറ്റത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് ഹൈന്ദവർക്ക് വേണ്ടി ഒരു ബസ്, ക്രൈസ്തവർക്ക് വേണ്ടി ഒരു ബസ്, മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ഒരു ബസ്, എല്ലാ ബസ്സിലും എത്ര പേരുണ്ടാവും? സത്യത്തിൽ ജീവിക്കലും നടക്കൂല. സത്യത്തിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ചിന്തിക്കുമ്പോഴും നമ്മൾ ചിരിച്ചിരിച്ച് മടുക്കും. എന്റെ പൊന്ന് സൽമാനെ, ഞാൻ വണ്ടി ഒന്നും നിർത്തലില്ല, ചിരിച്ചിരിച്ച് വണ്ടി എവിടെയെങ്കിലും പോയി കയറും. മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് പ്രശ്നമുണ്ടാക്കുന്ന മനുഷ്യത്വമില്ലാത്തവന്മാര് മുസ്ലിമീങ്ങളെ ആക്രമിക്കുകയും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഒറ്റപ്പെടുത്തുകയും പള്ളികൾ പൊളിച്ചു കളയുകയും ചെയ്യുന്ന പ്രവണത നമ്മളെല്ലാവരും കാണുന്നതാണ്. അങ്ങനെയുള്ളവന്മാരൊക്കെ ഈ കാണുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കിക്കേ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഒരു ഗ്രാമത്തിൽ വെള്ളം നിലച്ചപ്പോൾ, ആ നാട്ടിലെ വെള്ളമൊക്കെ നിന്നുപോയി. ആ വെള്ളം നിലച്ച സമയത്ത് അവിടെയുള്ള ഒരു മുസ്ലിം പള്ളി അതിന്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കുകയാണ്. പള്ളി വാതിലുകൾ ആ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്, പള്ളിയിൽ നിന്ന് വെള്ളം എടുത്തുകൊള്ളാൻ പറഞ്ഞുകൊണ്ട്. അവിടെ മതം നോക്കുന്നില്ല, ജാതി നോക്കുന്നില്ല, സംഘടന നോക്കുന്നില്ല, ഒന്നും നോക്കുന്നില്ല. വരുന്നവരെല്ലാവരും അവർക്ക് ആവശ്യമുള്ള വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന സന്തോഷകരമായ ഒരു കാഴ്ച, മനോഹരമായ കാഴ്ച ലോകം കാണുമ്പോൾ അതല്ലേ ഏറ്റവും വലിയ ഐക്യം, ഏറ്റവും വലിയ സന്തോഷം. അതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ മുഖമുദ്രയും ഒരു കാലഘട്ടത്തിൽ ഇതായിരുന്നു. ഇതിന് നിങ്ങൾ ഒരാളും വിള്ളലുണ്ടാക്കരുത്. നമ്മൾ ശ്രമിക്കണം, ഐക്യത്തിന് വേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ആ ഐക്യം, എല്ലാ മതത്തെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ആ സന്തോഷമുണ്ടല്ലോ, അതാണ് നമുക്ക് വേണ്ടത്. സൽമാനെ, ഇനിയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പൊ വെള്ളം കൊടുത്തു, അതിൽ വലിയ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും, ഭയങ്കര സന്തോഷം. ഇനിയുള്ള പേടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പള്ളി പൊളിച്ചു കളയുമോ എന്നുള്ള പേടിയാ. അതെന്തിനാണെന്ന് ഇപ്പൊ നീ തന്നെ ചിന്തിക്കണില്ലേ? ഈ കേൾക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, വെള്ളം കൊടുത്ത് പള്ളി പൊളിക്കുന്നത് എന്തിനാണ്? ഇനിയിപ്പൊ ചർച്ച വരാൻ പോകുന്നത് അതല്ല, അതാണ് ഏറ്റവും വലിയ രസം. ഇനി ആ കൊടുത്ത വെള്ളം, ഗംഗയിലെ വെള്ളം ഭൂമിയുടെ അടിയിൽ കൂടെ ഒഴുകി പള്ളിയിൽ കയറി, അത് ഗംഗ ഞങ്ങളുടെയാണ്, യമുന ഞങ്ങളുടെയാണ്, ഇങ്ങനെ അവകാശം പറഞ്ഞു വന്ന് ഇനി ആ പള്ളി പൊളിക്കുകയില്ലോ എന്നുള്ള പേടിയാണ്. ഒന്ന് ആലോചിക്കുക, എന്ത് കഷ്ടം ഇതൊക്കെ. വേറെ ഒന്നും കൊണ്ടല്ല ഞാനിത് പറഞ്ഞത്. ഞാൻ പറയണത് വെറുതെ ഉള്ള വാക്കുകളല്ല. കാരണം സൗദിയിലെ മണൽക്കാറ്റടിച്ച് ഡൽഹിയിലാകെ പൊടിയായി, ഡൽഹി ആകെ മലീമസമായി എന്ന് മണ്ടത്തരം പറയുന്നവന്മാർ നമ്മുടെ രാജ്യത്തുണ്ട്. പിന്നെ എന്ത് പറയാനാ? മതം വേണം, രാഷ്ട്രീയം വേണം, സംഘടന വേണം. അതൊന്നും ഒരിക്കലും മറ്റൊന്നിനെ ഉന്മൂലനം ചെയ്യാനാവരുത്. എല്ലാത്തിലും നന്മയും വിജയവും ഉണ്ട്. എല്ലാ മതവും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യയുടേത്. അവരവർക്ക് ഇഷ്ടമുള്ള മതം മുറുകെ പിടിച്ച് ജീവിക്കുകയും
മറ്റുള്ളതിനെ ഒന്ന് ബഹുമാനിക്കാനുള്ള ഒരു മനസ്സും ഉണ്ടായാൽ മതി. എല്ലാം നന്നാവും. അതാവട്ടെ ഇനിയുള്ള ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്.